നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ വരുന്നത്. ഇന്ന് നമ്മൾ സീരീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ഓഫ് എ സീരീസ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ലെറ്റ് സമ്മേഷൻ n = 1 to infinity an be a series of real numbers with partial sums Sn is equal to a1 plus a2 plus etc plus an. If the sequence Sn of partial sums converges to a limit L, we say that the series converges and the sum is L. In this case, we write a1 plus a2 plus a3 plus etc an plus etc is equal to summation n = 1 to infinity an is equal to L. If the sequence of partial sums of the series does not converge, we say that the series diverges. സോ നമ്മളൊരു സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്, എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സമ്മേഷൻ n = 1 to infinity an എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്, അതായത് nth പാർഷ്യൽ സം എന്ന് പറയുന്നത് a1 മുതൽ an വരെയുള്ള ടേമുകളുടെ സമ്മാണ്. സോ a1 plus a2 plus a3 plus etc an ആണ് Sn എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആയിട്ടുള്ള Sn ഉണ്ടല്ലോ, ആ സീക്വൻസ് Sn കൺവേർജ് ചെയ്യണം. സോ Sn എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യണമെങ്കിൽ എന്താണ്? സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു എപ്സിലോൺ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു n എന്ന് പറയുന്ന ഒരു നമ്പർ, നാച്ചുറൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. എങ്ങനെ? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Sn മൈനസ് എൽ, നമ്മളിവിടെ എല്ലിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Sn മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ n ആയിരിക്കണം. അതായത് ഏതൊരു എപ്സിലോൺ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു നാച്ചുറൽ നമ്പർ n കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് Sn മൈനസ് എൽ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Sn മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ n. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാൻ പറ്റും. ഈ എൽ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, ഈ എല്ലിൻ്റെ ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒരു n എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഈ ഒരു n എന്ന് പറയുന്ന നമ്പർ, അത്രയും ടേമുകൾ ഒഴികെ, അത്രയും ഫൈനൈറ്റ് ടേമുകൾ ഒഴികെ ബാക്കി എല്ലാവരും എവിടെ വേണം? ബാക്കി എല്ലാ Snകളും ഈ ഒരു എപ്സിലോൺ നെയ്ബർഹുഡിനകത്ത് വേണം. അതായത് Sn എന്ന് പറയുന്ന സീക്വൻസ് എൽ എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എല്ലിൻ്റെ ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആ നെയ്ബർഹുഡിനകത്ത് ഫൈനൈറ്റ് ആളുകൾ ഒഴികെ, Sn എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഫൈനൈറ്റ് ടേംസ് ഒഴികെ ബാക്കി എല്ലാവരും ഈ നെയ്ബർഹുഡിനകത്ത് വേണം. അതാണ് നമ്മുടെ കൺവേർജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിവിടെ സീരീസിൻ്റെ കൺവേർജൻസ് പറയുമ്പം അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആയിട്ടുള്ള Snകൾ കൺവേർട്ട് ചെയ്യണം. ആ Sn എൽ എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സീരീസിൻ്റെ സമ്മിനെ നമ്മൾ പറയും എല്ലാണ് ആ സീരീസിൻ്റെ സം എന്ന് പറയും. ആൻഡ് അതിന് നമ്മൾ ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് a1 plus a2 plus a3 plus etc an plus etc ഈസ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ നോട്ടേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ സപ്പോസ് ഈ സീക്വൻസ്, അതായത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആയിട്ടുള്ള Sn കൺവേർട്ട് ചെയ്യുന്നില്ല എന്നെടുക്കുക. അവർ കൺവേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക? വി സേ ദാറ്റ് ദ സീരീസ് ഡൈവേർജസ്. സോ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സീരീസ് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ആ സീരീസിൻ്റെ സം എന്ന് പറയുന്നത് ആ ലിമിറ്റ് ആയിരിക്കും. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ സീരീസ് ഓൾസോ ഡൈവേർജസ്. സോ നമുക്ക് അടുത്തതായിട്ടുള്ളത് ഒരു nth ടേം ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു സീരീസ് ഉണ്ട് ആൻഡ് സമ്മേഷൻ n = 1 to infinity an കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ സീരീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സീരീസ് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സീരീസ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ nth ടേം എന്ന് പറയുന്നത് an എന്ന് പറയുന്ന ഈ ഒരാളാണ്. ആൻഡ് an എങ്ങോട്ട് പോകും? an 0യിലേക്ക് പോകും. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് 0 ആയിരിക്കും. എപ്പോൾ? സീരീസ് an കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ. ഇത് പക്ഷേ നേരെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ an എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ an എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an 0 ആണ്. ഇത് 0 ആയതുകൊണ്ട് സമ്മേഷൻ an കൺവേർട്ട് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത് an = 1/n എടുക്കും. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. 1/n കൺവേർട്ട് ചെയ്യുന്നത് 0യിലേക്കാണ്. പക്ഷേ സീരീസ് 1/n, ദാറ്റ് ഈസ് n = 1 to infinity 1/n എന്ന് പറയുന്ന ഈ ഒരാൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ an ടെൻസ് ടു 0 ആയതുകൊണ്ട് സമ്മേഷൻ an കൺവേർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ സമ്മേഷൻ an കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് an ടെൻസ് ടു 0 ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Suppose that S is the sum of a convergent series summation n = 1 to infinity an. Define Tn is equal to an plus 1 plus an plus 2. Then the series summation n = 1 to infinity Tn diverges, converges to 3s minus a1 minus a2, converges to 3s minus a1 minus 2a2, converges to 3s minus 2a1 minus a2.
സോ നമുക്കിവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്, സമ്മേഷൻ n = 1 to infinity an എന്ന് പറഞ്ഞ ഈ ഒരു സീരീസാണ് തന്നിട്ടുള്ളത്. ആ സീരീസ് എന്താണ്, ആ സീരീസ് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സം എന്ന് പറയുന്നത് എസ് ആണ്. എസ് എന്ന് പറയുന്ന ആ ഒരു നമ്പറിലേക്കാണ് അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർട്ട് ചെയ്യുന്നത്. ഈ സീരീസിൻ്റെ സം എസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു സീക്വൻസ് കൂടി തന്നിട്ടുണ്ട്. എന്താണ്, Tn = an+1 + an+2 എന്നുള്ളതാണ്. അതായത് Tn എന്ന് പറയുന്നത് nth ടൈം എന്ന് പറയുന്നത് an+1ൻ്റെയും an+2ൻ്റെയും സമ്മാണ്. അങ്ങനെയാണെങ്കിൽ സീരീസ് Tnനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഡൈവേർജ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ അത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സം എന്താണ്? ഈ കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സമ്മേഷൻ an എന്ന് പറയുന്നത് എസ് ആണെന്നറിയാം. അതായത് സമ്മേഷൻ n = 1 to infinity an എസ് ആണെന്നറിയാം. അതുപോലെ തന്നെ Tn എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? an+an+1 + an+2 എന്നുള്ള ഈ രീതിയിലാണ് Tn ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സമ്മേഷൻ Tn എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം T1 എന്താണെന്ന് നോക്കാം. T1 എന്ന് പറയുന്നത് a1 + a2 + a3 ആയിരിക്കും. കാരണം ഇവിടെ n = 1 ആണ്. സോ a1 + a2 + a3 ആണ് എന്ത് T1 എന്ന് വരുന്നത്, കാരണം n = 1 ആണ് അവിടെ. ഇനി നമുക്ക് T2 എന്താണെന്ന് നോക്കാം. T2 എന്ന് പറയുന്നത് a2 + a3 + a4 ആണ്. കാരണം എന്താണ്, ആ കേസിൽ n = 2 ആണ്. സോ നമ്മൾ ഇവിടെ എല്ലാം n = എന്ത് ചെയ്യും? 2 കൊടുക്കും. സോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് T2 = a2 + a3 + a4 ആണെന്ന് കിട്ടും. പിന്നീട് നമ്മൾ T3 കൺസിഡർ ചെയ്യുകയാണ്. T3 എന്ന് പറയുന്നത് a3 + a4 + a5 ആയിരിക്കും. കാരണം നമ്മൾ n = 3 കൊടുക്കുന്നു. പിന്നീട് നമ്മൾ T4 കൺസിഡർ ചെയ്യുകയാണ്. T4 കൺസിഡർ ചെയ്യുമ്പം a4 + a5 + a6 എന്ന് നമുക്ക് കിട്ടും. നമ്മൾ ഇത്രയും ടേംസ് കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് സമ്മേഷൻ Tn എന്ന് പറയുമ്പം ഈ T1 + T2 + T3 + T4 + ഇനി T5 ഉണ്ടാവും. അങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി ആളുകളുണ്ടാവും. അവരുടെ എല്ലാം സമ്മാണ് സമ്മേഷൻ Tn എന്ന് പറയുന്നത്. നമ്മൾ തൽക്കാലത്തേക്ക് ഈ 4 ടേം മാത്രം കൺസിഡർ ചെയ്യുക. T1, T2, T3 ആൻഡ് T4. ഇവരുടെ സമ്മ് തന്നെ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു A1 ആണുള്ളത്. A1 എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ A2 നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു A2 ഉണ്ട്, ഇവിടെ മറ്റൊരു A2 ഉണ്ട്. സോ A2 2 തവണ വരുന്നുണ്ട് അല്ലേ. പിന്നീട് നമ്മൾ ഇനി A3 നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു A3 ഉണ്ട്, ഇവിടെ ഒരു A3 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു A3 ഉണ്ട്. അതായത് A3 എത്ര തവണ വന്നു? A3 3 തവണ വന്നു. ഇനി നമുക്ക് A4നെ കുറിച്ചൊന്ന് നോക്കാം. A4 എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു A4 ഉണ്ട്, ഇവിടെ ഒരു A4 ഉണ്ട്, ഇവിടെയും ഒരു A4 ഉണ്ട്. അതായത് A3 3 തവണ വന്നു, A4 3 തവണ വന്നു. ഇനി നമ്മൾ T5 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് A5 + a6 + a7 ആയിരിക്കും. നമ്മൾ n = 5 കൊടുക്കുമ്പം ആ അവസരത്തിൽ A5 എത്ര തവണ വരുന്നുണ്ട് നോക്കിയേ. A5 എന്ന് പറയുന്നത് ഇവിടെ ഒരെണ്ണം വന്നു, ഇവിടെ ഒരെണ്ണം വന്നു, ഇവിടെയും ഒരെണ്ണം വന്നു. അതായത് A3 എന്ന് പറയുന്ന ആൾ 3 തവണ വന്നു, A4 3 തവണ വന്നു, A5 3 തവണ വന്നു. ഇനി നമ്മൾ A6 എടുത്താലും A7 എടുത്താലും അവരെല്ലാം എത്ര തവണ വരും? അവരെല്ലാം 3 തവണ വരും. നമ്മൾ സമ്മേഷൻ Tn എടുക്കുന്ന സമയത്ത് A1ഉം A2 ഒഴികെയുള്ള ബാക്കി എല്ലാ ANസും, അതായത് A3, A4, A5 അങ്ങനെ തുടങ്ങി പോകുന്ന എല്ലാ ANസും എത്ര തവണ വരുന്നുണ്ട്? 3 തവണ വരുന്നുണ്ട്. സോ ഈ എല്ലാ ടേംസും 3 തവണ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഈ A1 മുതൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന A1 മുതൽ AN അങ്ങനെ പോകുന്ന എല്ലാ ടേമുകളും, എല്ലാ ANസും 3 തവണ വരുന്നുണ്ടെങ്കിൽ ആ സമ്മിനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാൻ പറ്റും? ആ സമ്മിനെ നമുക്ക് സമ്മേഷൻ 3AN എന്ന് എഴുതാൻ പറ്റും. n = 1 to infinity. ഈ സമ്മേഷൻ n = 1 to infinity 3ANൽ നിന്ന് നമുക്ക് ഇവിടെയുള്ള 3 എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × സമ്മേഷൻ n = 1 to infinity AN എന്ന് എഴുതാൻ പറ്റും. സോ n = 1 to infinity AN എന്ന് പറഞ്ഞ ഈ ഒരാൾ എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സമ്മേഷൻ n = 1 to infinity AN എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന നമ്പർ ആണെന്ന് തന്നിട്ടുണ്ട്. ആ സീരീസിൻ്റെ സമ്മ് എസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരാളെ ഇൻ പർട്ടിക്കുലർ ഈ ഒരാളെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? എസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു 3s എന്ന് നമുക്ക് കിട്ടും. അതായത് A1, A2, A3 അങ്ങനെ എല്ലാ ANകളും 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സീരീസിൻ്റെ സം എന്താണ്? ദാറ്റ് ഈസ് സമ്മേഷൻ n = 1 to infinity 3AN എന്ന് പറയുന്നത് എന്താണ്? 3s ആണെന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ സമ്മേഷൻ Tn കൺസിഡർ ചെയ്യുമ്പോൾ സമ്മേഷൻ n = 1 to infinity Tn എന്ന് പറഞ്ഞ ആളെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ANസും 3 തവണ വരുന്നില്ല. നമുക്ക് A1ഉം A2ഉം ഒഴികെയുള്ള ബാക്കി എല്ലാവരും 3 തവണ വരുന്നുണ്ട്. A1ഉം A2ഉം 3 തവണ വരുന്നില്ല. A1 എത്ര തവണയാണ് വരുന്നത്? A1 എന്ന് പറയുന്ന ഒരാൾ ഒരൊറ്റ തവണ മാത്രമേ വരുന്നുള്ളൂ. A2 എന്ന് പറയുന്ന ആൾ 2 തവണയാണ് വരുന്നത്. സോ നമ്മൾ 3sൽ നിന്ന് എന്ത് ചെയ്യണം? 3sൽ നിന്ന് 2 A1 കുറയ്ക്കണം, അതുപോലെ തന്നെ ഒരു A2ഉം കുറയ്ക്കണം. സോ 3sൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 3sൽ നിന്ന് 2 A1 കുറയ്ക്കണം. കാരണം നമ്മുടെ ഈ ഒരു സമ്മേഷൻ Tn കൺസിഡർ ചെയ്യുമ്പം അവിടെ ഒരു A1 മാത്രമേ ഉള്ളൂ. സോ 2 A1 എന്ത് ചെയ്യണം?
കുറച്ച് കളയണം. അതുപോലെ തന്നെ A2ൻ്റെ കേസ് വരുമ്പം ഇവിടെ 2 A2 ആണുള്ളത്. സമ്മേഷൻ TN കൺസിഡർ ചെയ്യുമ്പം അവിടെ 2 A2 ആണുള്ളത്. സോ അതിൽ നിന്ന് നമ്മൾ ഒരു A2 മാറ്റി കളയണം. സോ 3s minus 2a1 minus a2 എന്ന് കിട്ടി. ഇതാണ് എന്ത്? ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity tn. സോ സമ്മേഷൻ tn എന്താണെന്ന് കിട്ടി? 3s minus 2a1 minus a2 ആണെന്ന് കിട്ടി. അതാണ് നമ്മുടെ സമ്മേഷൻ tn എന്ന് പറയുന്ന ആൻസർ. സോ 3s minus 2a1 minus a2 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ട്രൂ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് സീക്വൻസ് എ എൻ ബി എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ദ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an കൺവേർജസ് ഇഫ് ദ സീരീസ് എ എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an സ്ക്വയർ കൺവേർജസ് ഓർ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an by 2 raised to n കൺവേർജസ്. സി എന്താണ് പറയുന്നത്? സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an plus 1 by an converges and d says that സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an by an plus 1 converges. സോ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ a എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പിന്നീട് ചോദിക്കുന്നത് ബി ട്രൂ ആണെങ്കിൽ ഈ സീരീസ് കൺവേർജ് ചെയ്യോ, സി ട്രൂ ആണെങ്കിൽ ഈ സീരീസ് കൺവേർജ് ചെയ്യോ, അതുപോലെ തന്നെ ഡി ട്രൂ ആണെങ്കിൽ ഈ സീരീസ് കൺവേർജ് ചെയ്യുമോ എന്നുള്ളതാണ്. സോ നമ്മൾ ഓരോ ഓപ്ഷനും എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്താണ് പറയുന്നത്? നമ്മളോട് ചോദിക്കുന്നത് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity an സ്ക്വയർ എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നുണ്ട്. അതായത് an സ്ക്വയർ സം എസ്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity an കുറിച്ച് അത് കൺവേർജ് ചെയ്യോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന ആ ഒരു പാർട്ട്. സോ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ an എന്ന് പറയുന്നത് 1/n ആയിട്ട് എടുക്കുകയാണ്. സോ an ഈസ് ഈക്വൽ ടു 1/n എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity an എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity 1/n ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ an സ്ക്വയർ എന്തായിരിക്കും? an എന്ന് പറയുന്നത് 1/n ആയതുകൊണ്ട് an സ്ക്വയർ എന്ന് പറയുന്നത് 1/n സ്ക്വയർ ആയിരിക്കും. 1/n ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/n സ്ക്വയർ ആണ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity an സ്ക്വയർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity 1/n സ്ക്വയർ ആണ്. സോ an ഈസ് ഈക്വൽ ടു 1/n എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ an എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n ആയി. അതുപോലെ തന്നെ സമ്മേഷൻ an സ്ക്വയർ എന്തായിട്ട് മാറി? സമ്മേഷൻ an സ്ക്വയർ എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n സ്ക്വയർ ആയിട്ട് മാറി. ഇനി ഇവരുടെ കൺവേർജൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് അത് പഠിക്കുന്ന ഒരു റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് ആ റിസൾട്ട്? കൺവേർജൻസ് ഓഫ് ദ പി സീരീസ് ആണ് പറയുന്നത്. ദ പി സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n raised to p ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 raised to p plus 1/2 raised to p plus 1/3 raised to p plus etc plus 1/n raised to p plus etc where p is a real constant converges if p greater than 1 and diverges if p less than or equal to 1. സോ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n raised to p എന്ന് പറഞ്ഞ പി സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ പി എന്തായിരിക്കണം? പി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? പി സീരീസ് ഡൈവേർജ് ചെയ്യും. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഈ സമ്മേഷൻ an എന്ന് പറയുന്നത് ഒരു പി സീരീസ് ആണ്. അതുപോലെ സമ്മേഷൻ an സ്ക്വയർ എന്ത് തന്നെയാണ്? അത് മറ്റൊരു പി സീരീസ് ആണ്. സോ അവിടെ പി എന്താണെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഈ സമ്മേഷൻ anൻ്റെ കേസിൽ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n ആണ് വരുന്നത്. ഇവിടെ പി എന്താണ്? ഈ കേസിൽ പി എന്ന് പറയുന്നത് 1 ആണ്. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ സീരീസിന് എന്ത് സംഭവിക്കും? സീരീസ് ഡൈവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ് പി സീരീസിൻ്റെ ആ ടെസ്റ്റ് പറയുന്നത്. സോ സമ്മേഷൻ an എന്ത് ചെയ്യും? ഈ ഒരു സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an എന്ന് പറയുന്ന ഈ ഒരാൾ ഡൈവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് an സ്ക്വയറിൻ്റെ കേസ് നോക്കാം. an സ്ക്വയറിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ഇവിടെ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n സ്ക്വയർ ആണുള്ളത്. സോ പി എന്താണ്? പി എന്ന് പറയുന്നത് 2 ആണെന്നറിയാം. 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. സോ പി ഈക്വൽ ടു 2 ആണ്. 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്നാണ് പി സീരീസ് ടെസ്റ്റ് പറയുന്നത്. ദെർഫോർ ഈ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരാൾ എന്ത് ചെയ്യും? അത് കൺവേർജ് ചെയ്യും. സോ ഈ ഒരാൾ കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി. അതായത് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an സ്ക്വയർ കൺവേർജ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an എന്ത് ചെയ്യുന്നില്ല? കൺവേർജ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഈ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an by 2 raised to n കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an കൺവേർജ് ചെയ്യുമോ എന്നുള്ളതാണ്. സോ അങ്ങനെ ചെയ്യുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക്
എ എൻ എന്ന് പറയുന്നതിനെ എ എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. അതായത് എ എൻ ഈസ് ഈക്വൽ ടു 1 ഫോർ എവരി എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ എ എൻ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറയുന്നത് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 എക്സെട്ര പ്ലസ് 1 എക്സെട്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് 1 ആഡ് ചെയ്യുന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൾ എന്ത് ചെയ്യും? ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ഈ ഒരു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറയുന്നത് ഡൈവേർജ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ എൻ ബൈ 2 എന്താണെന്ന് നോക്കാം. എ എൻ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ എ എൻ ബൈ 2 എന്തായിരിക്കും? എ എൻ ബൈ 2 എന്ന് പറയുന്നത് 1 ബൈ 2 ആയിരിക്കും. എ എൻ ഈക്വൽ ടു 1 ഫോർ എവരി എൻ ആയതുകൊണ്ട്. സോ സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ ബൈ 2 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ 2 ആണ്. സോ സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ എൻ ഈക്വൽ ടു 1 ആകുമ്പം 1 ബൈ 2 പ്ലസ് എൻ ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് 1 ബൈ 2 സ്ക്വയർ വരും. സോ 1 ബൈ 2 സ്ക്വയർ പ്ലസ് എൻ ഈക്വൽ ടു 3 ആകുമ്പോൾ 1 ബൈ 2 ക്യൂബ് പ്ലസ് എക്സെട്ര എന്നുള്ള രീതിയിൽ അതങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ആൻഡ് ഇതിന് നമ്മൾ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാണ്. 1 ബൈ 2 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 1 ബൈ 2 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 1 ബൈ 2 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ള രീതിയിൽ എഴുതാണ്. അതായത് 1 ബൈ 2 സ്ക്വയർ നമ്മൾ 1 ബൈ 2 ഇൻറ്റു 1 ബൈ 2 എന്ന് എഴുതി. 1 ബൈ 2 ക്യൂബിനെ നമ്മൾ 1 ബൈ 2 ഇൻറ്റു 1 ബൈ 2 സ്ക്വയർ എന്ന് എഴുതി. ഇൻ ജനറൽ ഇവിടെ ഒരു 1 ബൈ 2 റേസ് ടു എൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമ്മൾ 1 ബൈ 2 ഇൻറ്റു 1 ബൈ 2 റേസ് ടു എൻ മൈനസ് 1 എന്നുള്ള രീതിയിൽ എഴുതുമായിരുന്നു. ആ രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സീരീസിനെ നമുക്ക് മറ്റൊരു സീരീസായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഈ സീരീസിനെ നമ്മൾ എങ്ങനെയാണ് മറ്റൊരു സീരീസായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സോ ജിയോമെട്രിക് സീരീസ് എന്താണെന്നാണ് നോക്കുന്നത്. ജിയോമെട്രിക് സീരീസ് ആർ സീരീസ് ഓഫ് ദി ഫോം എ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ ആർ റേസ് ടു എൻ മൈനസ് 1. സോ ജിയോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് ഈ ഫോമിലുള്ള ആളുകളാണ്. അതായത് എ പ്ലസ് എ ഇൻറ്റു ആർ പ്ലസ് എ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഫോമിലുള്ള ആളുകളെയാണ് നമ്മൾ ജിയോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. ജിയോമെട്രിക് സീരീസിൻ്റെ കൺവെർജൻസ് അറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു മാർഗ്ഗമുണ്ട്. ഇഫ് മോഡ് ആർ ഈസ് ലെസ് ദാൻ 1 ദെൻ ദ ജിയോമെട്രിക് സീരീസ് കൺവെർജസ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, എ എന്ന് പറയുന്നത് ജിയോമെട്രിക് സീരീസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമാണ്. ആർ എന്ന് പറയുന്നത് ഒരു ജിയോമെട്രിക് സീക്വൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോമൺ റേഷ്യോ ആണ്. സോ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് ആ ജിയോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് ആ ജിയോമെട്രിക് സീരീസ് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. സോ മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ ജിയോമെട്രിക് സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ജിയോമെട്രിക് സീരീസ് ഡൈവേർജ് ചെയ്യും. സോ നമുക്കിവിടെ തന്നിട്ടുള്ള നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു സീക്വൻസ് ജിയോമെട്രിക് സീരീസ് ആയിട്ട് സിമിലർ ആണല്ലോ. അതായത് നമ്മളിവിടെ എ എന്ന് എടുക്കുന്നു, എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര എ ആർ റേസ് ടു എൻ മൈനസ് 1. ആ രീതിയിൽ നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സോ എ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? എ എന്ന് പറയുന്നത് ഇവിടെ 1 ബൈ 2 ആണ്. അതുപോലെ ആറും എന്ത് തന്നെയാണ്? ആറും 1 ബൈ 2 ആണ്. സോ ഇതൊരു ജിയോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം 1 ബൈ 2 ആൻഡ് കോമൺ റേഷ്യോ 1 ബൈ 2. സോ മോഡുലസ് ഓഫ് ആർ എന്താണ്? മോഡുലസ് ഓഫ് ആർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 1 ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 വിച്ച് ഈസ് ലെസ് ദാൻ 1. സോ മോഡുലസ് ഓഫ് ആർ ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ ഈ സീരീസ് എന്ത് ചെയ്യും? നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഒരു സീരീസ് കൺവെർജൻ്റ് ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള റിസൾട്ട് പ്രകാരം നമുക്കറിയാം. അതായത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ ബൈ 2 റേസ് ടു എൻ എന്ത് ചെയ്യും? അത് കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സീരീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് സമ്മേഷൻ എ എൻ എന്ത് ചെയ്യുന്നില്ല? സമ്മേഷൻ എ എൻ കൺവേർജ് ചെയ്യുന്നില്ല, അത് ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനും എന്താണ്? നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരുന്നത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ ബൈ 2 റേസ് ടു എൻ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കൺവേർജ് ചെയ്യുന്നു എന്നാണ്. അത് തെറ്റാണെന്ന് നമ്മൾ ഒരു എക്സാമ്പിൾ മുഖേന പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് പറഞ്ഞത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1 ബൈ എ എൻ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കൺവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ശരിയാണോ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1 ബൈ എ എൻ കൺവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സമ്മേഷൻ എ എന്നിൻ്റെ കൺവേർജൻസ് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു റിസൾട്ടാണ്. അതായത് റേഷ്യോ ടെസ്റ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അലംബേർട്ട്സ് റേഷ്യോ ടെസ്റ്റ്. Let summation a n be a series
of positive terms, and suppose that limit n tends to infinity an plus 1 by an is equal to r, then the series converges if r less than 1, the series diverges if r greater than 1 or r is infinite, the test is inconclusive if r is equal to 1. സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ ലിമിറ്റ് സം r ആണെന്ന് നമ്മൾ എടുക്കുകയാണ്. ആ r ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സമ്മേഷൻ an കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ, r ഗ്രേറ്റർ ദാൻ 1 r ഇൻഫിനിറ്റിയോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ സീരീസ് ഡൈവേർജ് ചെയ്യുകയാണെന്ന് പറയാൻ പറ്റും. ആൻഡ് r ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സീരീസ് എന്താണ്, ഈ ഒരു സീരീസ് ഫൈനൈറ്റ് ആണെന്നാണ് തന്നിട്ടുള്ളത്. അത് സം എസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ an പ്ലസ് 1 ബൈ an കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സീക്വൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിസൾട്ട് പ്രകാരം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an എന്ന് പറയുന്നത് സം r ആണ്. ആ r ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സമ്മേഷൻ an കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമുക്കിവിടെ തന്നിട്ടുള്ളത് ലിമിറ്റ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an ഫൈനൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഞാനിവിടെ bn എന്ന് പറഞ്ഞൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ്. bn എന്ന് പറയുന്നത് an പ്ലസ് 1 ബൈ an എന്ന് പറഞ്ഞ ആ ഒരു സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ bn എന്താണ്, സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn എന്ന് പറയുന്നത് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an ആണെന്നറിയാം. ഇത് ഫൈനൈറ്റ് ആണെന്നറിയാം. അതായത് സമ്മേഷൻ bn എന്താണ്, സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ nth ടേം ടെസ്റ്റ് പ്രകാരം ഈ bn എന്ത് ചെയ്യും, ഈ bn സീറോയിലേക്ക് പോകും. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn ഈസ് ഈക്വൽ ടു 0. സോ ആ bn എങ്ങോട്ട് പോയി, ആ bn സീറോയിലേക്ക് പോയി. സോ bn എന്താണ്, bn എന്ന് പറയുന്നത് an പ്ലസ് 1 ബൈ an ആണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an എങ്ങോട്ട് പോയി, അത് 0 ആണെന്ന് കിട്ടി. ആൻഡ് 0 എന്ന് പറയുന്നത് എന്താണ്, 0 ലെസ് ദാൻ 1 ആണ്. സോ നമുക്ക് ഈ റേഷ്യോ ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an ഈസ് ഈക്വൽ ടു r ആണ്. ആ r എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 1 കൂടിയാണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ സീരീസ് എന്ത് ചെയ്യും, സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഈ ലിമിറ്റ് 0 ആണ്, 0 ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കൺവേർട്ട് ചെയ്യും. സോ നമ്മുടെ ഓപ്ഷൻ 3 എന്താണ്, സി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ആ ഒരു ഓപ്ഷൻ ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. അതായത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an ബൈ an പ്ലസ് 1 കൺവേർജസ്. അതായത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an ബൈ an പ്ലസ് 1 കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ an കൺവേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ തന്നിട്ടുള്ളത് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an ബൈ an പ്ലസ് 1 എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, അല്ലെങ്കിൽ അത് കൺവേർജൻ്റ് ആണെന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി anൻ്റെ കേസാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ an എന്ന് പറയുന്നത് 2 റേസ് ടു n സ്ക്വയർ എന്ന് പറയുന്ന സീക്വൻസ് ആണ് എടുക്കുന്നത്. സോ എൻ്റെ an എന്ന് പറയുന്ന സീക്വൻസ് 2 റേസ് ടു n സ്ക്വയർ എന്ന് പറയുന്ന സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ an പ്ലസ് 1 എന്തായിരിക്കും, അങ്ങനെയാണെങ്കിൽ an പ്ലസ് 1 എന്ന് പറയുന്നത് 2 റേസ് ടു n പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയിരിക്കും. അങ്ങനെ ആവുമല്ലോ, an 2 റേസ് ടു n സ്ക്വയർ ആണെങ്കിൽ an പ്ലസ് 1 എന്ന് പറയുന്നത് 2 റേസ് ടു n പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇനി ഞാൻ an ബൈ an പ്ലസ് 1 എന്താണെന്ന് നോക്കുകയാണ്. സോ an ബൈ an പ്ലസ് 1 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു n സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു n സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 1 ഹോൾ സ്ക്വയറിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. സോ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു n സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 റേസ് ടു n സ്ക്വയർ ഇൻറ്റു 2 റേസ് ടു 2n പ്ലസ് 1. സോ നമ്മൾ ആ 2 റേസ് ടു n സ്ക്വയർ പ്ലസ് n സ്ക്വയറിന് ഒരു ടേം ആയിട്ടും അതുപോലെ തന്നെ 2 റേസ് ടു 2n പ്ലസ് 1നെ മറ്റൊരു ടേം ആയിട്ടും എഴുതി. ആൻഡ് ഇവിടെ 2 റേസ് ടു n സ്ക്വയർ ഉണ്ട്, ഇവിടെയും 2 റേസ് ടു n സ്ക്വയർ ഉണ്ട്. അത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു
1/2^2n+1 എന്ന് നമുക്ക് കിട്ടും. അതായത് an/an+1 എന്താണെന്ന് കിട്ടി? an/an+1 എന്ന് പറയുന്നത് 1/2^2n+1 ആണെന്ന് കിട്ടി. ഈ 1/2^2n+1നെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റും. 1/2^2n × 2 എന്ന് എഴുതാൻ പറ്റും. അതായത് ആ 2n-നെയും 1-നെയും നമ്മൾ മാറ്റി മാറ്റി എഴുതുമ്പോൾ സോ ഇതിനെ നമുക്ക് 1/2n × 2 എന്ന് എഴുതാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സീരീസ് കൺവേർട്ട് ചെയ്യുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് summation n = 1 to infinity an/an+1 എന്താണ് ഇവിടെ? ദിസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് summation n = 1 to infinity an/an+1 is equal to summation n is equal to 1 to infinity 1/2n × 1/2^2n × 2 ആണ്. സോ ഇവിടെ ഒരു 1/2 എന്ന് പറയുന്ന ഒരാൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ സമ്മിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 × summation n is equal to 1 to infinity 1/2^2n എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 1/2 × summation n equal to 1 to infinity 1/2^2n ആണ് കിട്ടിയിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 1/2 × summation n is equal to 1 to infinity 1/2^2n. സോ ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു 1/2 ആണ് നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഉള്ളിലുള്ള ആൾ എന്തായിരിക്കും? n = 1 ആകുമ്പോൾ അത് 1/2² ആയിരിക്കും. n = 2 ആകുമ്പം അത് 1/2^4 ആണ്. പിന്നീട് n = 3 ആകുമ്പം അത് 1/2^6 ആണ്. പ്ലസ് എക്സെട്രാ പ്ലസ് 1/2^2n പ്ലസ് എക്സെട്രാ എന്നുള്ള ആ ഒരു രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു 1/2 × 1/2² പ്ലസ് 1/2² × 1/2² എന്ന് എഴുതാലോ. 1/2^4 നമ്മൾ 1/2² × 1/2² എന്ന് എഴുതി. പ്ലസ് പിന്നീട് 1/2^6 നമ്മൾ 1/2² × 1/2² എന്ന് എഴുതുകയാണ്. അതായത് 1/2² × 1/2² എന്ന് പറയുന്നത് 1/2^4 ആണ്. പ്ലസ് എക്സെട്രാ പ്ലസ് 1/2² × 1/2^n−1² എന്നുള്ളതിനെയാണ് നമ്മൾ 1/2^n എഴുതുന്നത്, 1/2^2n എഴുതുന്നത്. പ്ലസ് എക്സെട്രാ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ 1/2² എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് AR പ്ലസ് AR² പ്ലസ് എക്സെട്രാ AR⁻n−1 എന്നുള്ള ആ ഒരു ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് എ എന്താണ്? എ എന്ന് പറയുന്നത് 1/2² ആണ്. ആർ എന്താണ്? ആറും 1/2² ആണ്. സോ ഇതൊരു ജോമെട്രിക് സീരീസാണ്. ജോമെട്രിക് സീരീസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2² ആണ്. അതുപോലെ തന്നെ കോമൺ റേഷ്യോ എന്താണ്? കോമൺ റേഷ്യോയും 1/2² ആണ്. ദാറ്റ് ഈസ് ആർ എന്ന് പറയുന്നത് 1/2² ആണ്. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ആർ എന്താണ്? മോഡുലസ് ഓഫ് ആർ എന്ന് പറയുന്നത് 1/2² ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. 1/4 എന്താണ്? 1/4 <1 ആണ്. സോ മോഡുലസ് ഓഫ് ആർ എന്താണ്? <1 ആണ്. അതുകൊണ്ട് തന്നെ ഈ ജോമെട്രിക് സീരീസ് എന്ത് ചെയ്യും? ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യും. സോ ഈ സീരീസ് എന്ത് ചെയ്യും? ഈ സീരീസ് കൺവേർജിങ് ആണെന്ന് അല്ലെങ്കിൽ കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സീരീസ് എന്താണ് യഥാർത്ഥത്തിൽ? സമ്മേഷൻ n = 1 to infinity an/an+1 ആണ്. സോ സമ്മേഷൻ n = 1 to infinity an/an+1 കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് കിട്ടിയപ്പോൾ an = 2n² ആകുമ്പോൾ ഇനി നമുക്ക് സമ്മേഷൻ an എന്താണെന്ന് നോക്കാം. സമ്മേഷൻ an എന്താണ് നമുക്ക് കിട്ടുക? സമ്മേഷൻ an is equal to summation n is equal to 1 to infinity 2n² ആണ്. ഈ 2n² കൺവേർജ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? ഇതെന്താണ് നമുക്ക് കിട്ടുക? n = 1 ആകുമ്പോൾ 2n പ്ലസ് n = 2 ആവുന്ന സമയത്ത് 2/4 പ്ലസ് n = 3 ആവുന്ന സമയത്ത് 2/9 പ്ലസ് എക്സെട്രാ എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. ആൻഡ് ഇതിൻ്റെ nth ടേം എന്ന് പറയുന്നത് 2n² ആണ്. ഇതിൻ്റെ nth ടേം എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം നമുക്ക്. ലിമിറ്റ് n → infinity 2n² എന്താണ്? ഇത് ഇൻഫിനിറ്റിയാണ്. അതായത് 2n² എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ nth ടേം ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസ് അല്ലെങ്കിൽ ഈ സീരീസ് എന്ത് ചെയ്യുന്നില്ല? സമ്മേഷൻ n = 1 to infinity an എന്ന് പറഞ്ഞ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഈ സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, അതായത് സമ്മേഷൻ n = 1 to infinity an കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് n → infinity an എന്തായിരിക്കും? അത് 0 ആയിരിക്കുമെന്ന് നമുക്കറിയാം ബൈ nth ടേം ടെസ്റ്റ്. പക്ഷേ ഇവിടുത്തെ nth ടേം എങ്ങോട്ടാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് എന്ത് ചെയ്യില്ല? ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നില്ല. സോ സമ്മേഷൻ n = 1 to infinity an കൺവേർജ് ചെയ്യുന്നില്ല. പക്ഷേ സമ്മേഷൻ n = 1 to infinity an/an+1 എന്ന് പറഞ്ഞ ഈ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റിനകത്തുള്ള 4ാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, 4ാമത്തെ ഓപ്ഷനും റോങ് ആണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സമ്മേഷൻ n = 1 to infinity an/an+1 കൺവേർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ സമ്മേഷൻ n = 1 to infinity an എന്ത് ചെയ്യുന്നില്ല? കൺവേർജ് ചെയ്യുന്നില്ല. സോ ഈ ഓപ്ഷനും തെറ്റാണ്. നമ്മുടെ ഓപ്ഷൻ സി ആണ് ട്രൂ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. താഴെ തന്നിട്ടുള്ള ഏതൊക്കെ സീരീസാണ് ഡൈവേർജൻ്റ് ആയിട്ടുള്ളതെന്നാണ് ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത്. നമ്മുടെ
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n സൈൻ സ്ക്വയർ 1/n എന്ന് പറയുന്ന ഈ ഒരു സീരീസാണ്. രണ്ടാമത്തേത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n log n ആണ്. സി എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n സ്ക്വയർ സൈൻ 1/n ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n ടാൻ 1/n ആണ്. സോ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ടുകളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റിസൾട്ട് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. സോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കുകയാണ്. സപ്പോസ് ദാറ്റ് എൻ ഈസ് പോസിറ്റീവ്, അതായത് എൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സാണ് ആൻഡ് ബി എൻ എന്ന് പറയുന്നത് മറ്റൊരു സീക്വൻസ് ആണ്, അതും സീക്വൻസ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സാണ് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. അതായത് ഒരു ഫൈനൈറ്റ് ടൈമിന് ശേഷം എ എൻ എന്ന് പറയുന്ന സീക്വൻസും ബി എൻ എന്ന് പറയുന്ന സീക്വൻസും എന്താണ്, അവർ രണ്ടുപേരും പോസിറ്റീവാണ്. If limit n tends to infinity an by bn is equal to c and that c is greater than 0, then series an and series bn both converge or diverges together. സോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ നമ്മുടെ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ രണ്ട് സീക്വൻസ് ഉണ്ട്, എ എനും ബി എനും ആണ്. ഈ എ എനും ബി എനും ഒരു പർട്ടിക്കുലർ ഫൈനൈറ്റ് ടൈമിന് ശേഷം എന്താണ്, രണ്ടുപേരും പോസിറ്റീവാണ്. ആ ഒരു അസംഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ കൺക്ലൂഷൻ എന്താണ്, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അത് സി ആണ്. അതായത് അതൊരു നോൺ സീറോ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, we can say that summation an and summation bn converges. So limit n tends to infinity an by bn എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ സമ്മേഷൻ a നും സമ്മേഷൻ b നും ഒരുമിച്ച് കൺവേർജ് ചെയ്യുകയോ ഒരുമിച്ച് ഡൈവേർജ് ചെയ്യുകയോ ചെയ്യുമെന്ന് പറയാം. ഇനി രണ്ടാമത്തെ ബി എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് n tends to infinity an by bn ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ലിമിറ്റ് n tends to infinity an by bn 0 ആണെങ്കിൽ മാത്രമല്ല സമ്മേഷൻ ബി എൻ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, വി ക്യാൻ സേ ദാറ്റ് സമ്മേഷൻ എ എൻ കൺവേർജസ്. സോ നമ്മൾ ഈ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഇൻഫിനിറ്റി ആണ്, അതുപോലെ തന്നെ സമ്മേഷൻ ബി എൻ ഡൈവേർജൻ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സമ്മേഷൻ എ എൻ ഡൈവേർജസ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു 3 റിസൾട്ടുകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഈ ഒരു റിസൾട്ടും അതോടൊപ്പം തന്നെ ഈ ഒരു റിസൾട്ട് കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഈ റിസൾട്ട് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സും 1 ആണ്. സോ ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്താണ്, നമ്മുടെ കയ്യിൽ എക്സ് എൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്. എക്സ് എൻ കൺവേർജസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി sin xn by xn is equal to 1 and limit n tends to infinity tan xn by xn is equal to 1. ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഈ xn എന്ന് പറയുന്നത് 0 അല്ല എന്ന് കൂടി നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. xn എന്ന് പറയുന്ന സീക്വൻസിൽ 0 ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ sin xn ഉം sin xn ഉം tan xn ഉം ഡിഫൈൻഡും ആയിരിക്കണം. സോ ഒരു xn എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട്, അതിൽ 0 ഇല്ല ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ എക്സ് എൻ ബൈ എക്സ് എൻ 1 ആയിരിക്കും. അതുപോലെ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ എക്സ് എൻ ബൈ എക്സ് എൻ എന്തായിരിക്കും, 1 ആയിരിക്കും. ഈ രണ്ട് റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നമുക്ക് എ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് കൺസിഡർ ചെയ്യാം. അതായത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n സൈൻ സ്ക്വയർ 1/n. സോ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n സൈൻ സ്ക്വയർ 1/n ആണ് നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു സീരീസ്. ഇവിടെ നമ്മൾ എ എൻ എന്ന് പറഞ്ഞെടുക്കുന്നത് എ എൻ എന്ന് എടുക്കുന്നത് എന്താണ്, 1/n സൈൻ സ്ക്വയർ 1/n ആണ് നമ്മൾ എ എൻ ആയിട്ട് എടുക്കുന്നത്. എ എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, ഒരു ഫൈനൈറ്റ് ടേംസിന് ശേഷം എന്തായാലും അവർ പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് പോസിറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ ഒരു ബി എൻ കൺസിഡർ ചെയ്യാണ്. ബി എൻ ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് 1/n³ ആണ്. സോ ബി എൻ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് 1/n³ ആണ്. ഇനി ഞാൻ എ എൻ ബൈ ബി എൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ എ എൻ ബൈ ബി എൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. എ എൻ എന്താണ്, എ എൻ എന്ന് പറയുന്നത് 1/n സൈൻ സ്ക്വയർ 1/n ആണ്. ബി എൻ എന്ന് പറയുന്നത് 1/n³ ആണ്. ആ രീതിയിലാണ് ഞാൻ ബി എൻ എടുത്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/n സൈൻ സ്ക്വയർ 1/n. ഇവിടെ ഉള്ളത് ഡിവൈഡഡ് ബൈ 1/n³ ആണ്. സോ റെസിപ്രോക്കൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതിനെ ഇൻറ്റു n³ എന്ന് കിട്ടും. ആൻഡ് ഇവിടെ n³ ആണുള്ളത്, ഇവിടെ ഒരു n ആണുള്ളത്. സോ അതിനകത്ത് നിന്ന് ഓരോ n വീതം ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ 1/n ഇൻറ്റു n സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഇവിടെയുള്ള ഈ ഒരു n സ്ക്വയർ ഉണ്ടല്ലോ, ഈ n സ്ക്വയർ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും, അത് 1/n സ്ക്വയർ ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ 1/n ഡിവൈഡഡ് ബൈ 1/n സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ സൈൻ സ്ക്വയർ 1/n ബൈ 1/n സ്ക്വയർ ആയി. ഇതിനെ നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതുന്ന സമയത്ത് നമുക്ക് സൈൻ 1/n ഡിവൈഡഡ് ബൈ 1/n ഇൻറ്റു
സൈൻ 1/n ഡിവൈഡഡ് ബൈ 1/n എന്ന് എഴുതാൻ പറ്റും. അതായത് എ എൻ ബൈ ബി എന്നിനെ സൈൻ 1/n ഡിവൈഡ് ബൈ 1/n ഇൻറ്റു സൈൻ 1/n ഡിവൈഡ് ബൈ 1/n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ 1/n ബൈ 1/n ഇൻറ്റു സൈൻ 1/n ബൈ 1/n എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഉള്ളത് 2 ടേമാണ്. സോ ഇതിന് നമ്മൾ ഈ ലിമിറ്റിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ബൈ ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ 1/n ബൈ 1/n. പിന്നീട് നമ്മളിതാ ഈ രണ്ടാമത്തെ ടൈമിന് വേറെ തന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ് ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ 1/n ബൈ 1/n. സോ ഈ രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണ് ഈ ഒരു 1/n എന്ന് പറയുന്ന സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. 1/n എന്ന് പറയുന്ന സീക്വൻസ് 0യിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. സോ നമ്മൾ തൊട്ട് മുൻപ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. xn 0യിലേക്ക് പോവുകയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി xn ബൈ xn സൈൻ xn ബൈ xn എങ്ങോട്ട് പോകും, അത് 1ലേക്കാണ് പോവുക. സോ ഇവിടെ 1/n എന്ന് പറയുന്ന സീക്വൻസ് 0യിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ 1/n ബൈ 1/n എങ്ങോട്ട് പോകും, അത് 1ലേക്ക് പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു പിന്നീട് ഇവിടെ എഗെയിൻ അതേ ആൾ തന്നെയാണുള്ളത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ 1/n ബൈ 1/n ആണുള്ളത്. അതും എങ്ങോട്ടാണ് പോവുക, ഈ ഒരാളും 1ലേക്കാണ് പോകുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് അറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇവിടെയുള്ള ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഈസ് ഈക്വൽ ടു സി ആണ്. സി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 1 ആണ് കിട്ടിയിട്ടുണ്ട്. 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് തന്നെ സമ്മേഷൻ എ എന്നും സമ്മേഷൻ ബി എനും ഒരുമിച്ച് കൺവേർജ് ചെയ്യുകയോ ഒരുമിച്ച് ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്കിവിടെ തന്നിട്ടുള്ള നമ്മൾ ബി എൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ആരെയാണ്, നമ്മളിവിടെ ബി എൻ ആയിട്ട് എടുത്തിട്ടുള്ളത് സമ്മേഷൻ 1/n³ സോ ബി എൻ ആയിട്ട് എടുത്തിട്ടുള്ളത് 1/n³ സോ സമ്മേഷൻ ബി എൻ എന്തായിരിക്കും, സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n³ ആണ്. ഈ 1/n³ എന്ന് പറയുമ്പം ഇതൊരു പി സീരീസ് ആണ്. ഇവിടെ പി എന്താണ്, പി എന്ന് പറയുന്നത് 3 ആണെന്നറിയാം. സോ പി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് തന്നെ ഈ സീരീസ് എന്ത് ചെയ്യും, ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ എന്ത് ചെയ്യുന്നുണ്ട്, ബി എൻ കൺവേർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഈ ഒരു സീരീസും എന്ത് ചെയ്യും, ഈ ഒരു സീരീസും കൺവേർജ് ചെയ്യും. അതായത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു സൈൻ സ്ക്വയർ 1/n എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യന് നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡൈവേർജ് ചെയ്യുന്ന സീരീസ് ഏതാണ് എന്നുള്ളതാണ്. ഇതിലേത് സീരീസാണ് ഡൈവേർജ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു സീരീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബി എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് കൺസിഡർ ചെയ്യാം. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n log n ആണ് നമ്മുടെ ബി എന്ന് പറഞ്ഞ സീരീസ്. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n log n. സോ അതിൻ്റെ കേസ് അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n log n. ഇവിടെ എ എൻ എന്താണ്, ഇവിടുത്തെ എ എൻ എന്ന് പറയുന്നത് എ എൻ ഈസ് ഈക്വൽ ടു 1/n log n തന്നെയാണ്. ഈ ഇവിടെയുള്ള ഈ nth ടൈമാണ് നമ്മുടെ എ എൻ എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ബി എൻ ആയിട്ട് എടുക്കുന്നത് സീക്വൻസ് 1/n ആണ്. സോ ഞാനിവിടെ ബി എൻ എന്ന് പറഞ്ഞെടുക്കുന്നത് 1/n എന്ന് പറയുന്ന സീക്വൻസ് ആണ്. സോ നമുക്ക് തന്നെ അറിയാം സമ്മേഷൻ ബി എൻ. സോ നമ്മളിവിടെ ബി എൻ ആയിട്ട് എടുത്തിട്ടുള്ളത് സീക്വൻസ് 1/n ആണ്. ഇനി നമുക്ക് എ എൻ ബൈ ബി എൻ എന്താണെന്ന് നോക്കാം. സോ എ എൻ ബൈ ബി എൻ ഈസ് ഈക്വൽ ടു 1/n log n ഡിവൈഡഡ് ബൈ 1/n ആണ്. സോ എ എൻ എന്ന് പറയുന്നത് 1/n log n ആണ്, ബി എൻ എന്ന് പറയുന്നത് 1/n ആണ്. സോ എ എൻ ബൈ ബി എൻ ഈ ഫോമിലേക്ക് വരും. ആൻഡ് ഇവിടെ ഉള്ളത് ഡിവൈഡഡ് ബൈ 1/n ആണ്. സോ അത് മേലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n log n ഇൻറ്റു n ബൈ 1 എന്ന് വരും. ആൻഡ് ഈ ഒരു എന്നും ഈ ഒരു എന്നും എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു n log n ആണ്. അതായത് എ എൻ ബൈ ബി എൻ എന്താണ്, log n ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഈസ് ഈക്വൽ ടു ലോഗ് ഈസ് ഈക്വൽ ടു നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് n ആണെന്നറിയാം. എ എൻ ബൈ ബി എൻ ഈക്വൽ ടു ലോഗ് n ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ എന്താണ്, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി ലോഗ് n ആണ്. ആസ് n ടെൻസ് ഇൻഫിനിറ്റി ലോഗ് n എങ്ങോട്ട് പോകും, ലോഗ് n ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കിവിടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത് നോക്കിയേ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ
ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഇൻഫിനിറ്റിയുമാണ്. അതോടൊപ്പം തന്നെ സീരീസ് ബി എൻ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ത് പറയാം, സീരീസ് എ എന്നും ഡൈവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ബി എൻ എന്ന് പറയുന്ന സീരീസ് എന്താണ്, ബി എൻ എന്ന് പറയുന്ന സീരീസ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബി എൻ ഈസ് ഈക്വൽ ടു 1/n എന്നുള്ളതാണ്. സോ സമ്മേഷൻ ബി എൻ എന്തായിരിക്കും, ദിസ് ഇംപ്ലൈസ് സമ്മേഷൻ ബി എൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ 1/n ആണ്. സമ്മേഷൻ 1/n ഡൈവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഇൻഫിനിറ്റീവാണ്. അതോടൊപ്പം തന്നെ സമ്മേഷൻ ബി എൻ എന്താണ്, ഡൈവേർജൻറ്റുമാണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഈ ഒരു സീരീസ് എന്ത് ചെയ്യും, ഈ ഒരു സീരീസ് ഡൈവേർജ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സോ നമ്മുടെ ഓപ്ഷൻ ബി എന്താണ്, ഓപ്ഷൻ ബി ട്രൂ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സീരീസ് ഡൈവേർജ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരാൾ ഡൈവേർജൻ്റ് ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ സി എന്താണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള സി എന്ന് പറയുന്ന സീരീസ് എന്താണെന്ന് നോക്കാം. സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n² ഇൻറ്റു സൈൻ 1/n. സോ 1/n² ഇൻറ്റു സൈൻ 1/n ആണ് നമ്മുടെ അടുത്ത സീരീസ് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. സോ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity 1/n² ഇൻറ്റു സൈൻ 1/n. ഇതല്ലേ നമ്മുടെ പുതിയ സീരീസ് എന്ന് പറയുന്നത്, സമ്മേഷൻ 1/n² ഇൻറ്റു സൈൻ 1/n. സോ ഈ ഒരു സീരീസിൻ്റെ എ എൻ എന്താണ്, nth ടൈം എന്താണ്, nth ടൈം എന്ന് പറയുന്നത് 1/n² ഇൻറ്റു സൈൻ 1/n ആണ് നമ്മുടെ ഇവിടുത്തെ nth ടൈം എന്ന് പറയുന്നത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ ഒരു n കണ്ടുപിടിക്കാൻ പറ്റണം അല്ലേ, അതായത് നമുക്കൊരു ബി എൻ വേണം. സോ ബി എൻ ആയിട്ട് നമ്മൾ 1/n² ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മളിവിടെ ബി എൻ ആയിട്ട് 1/n² എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, നമ്മളിവിടെ ബി എൻ ആയിട്ട് 1/n³ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയും ബി എൻ ആയിട്ട് 1/n³ ആണ് എടുക്കുന്നത്. സോ എ എൻ എന്ന് പറയുന്നത് 1/n² ഇൻറ്റു സൈൻ 1/n ആണ്. ബി എൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് 1/n³ ആണ്. അങ്ങനെയാണെങ്കിൽ എ എൻ ബൈ ബി എൻ എന്തായിരിക്കും, എ എൻ ബൈ ബി എൻ എന്ന് പറയുന്നത് 1/n² ഇൻറ്റു സൈൻ 1/n ഡിവൈഡഡ് ബൈ 1/n³ ആണ്. സോ ഇവിടെ അഗെയിൻ ഈ 1/n³ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. സോ നമുക്ക് റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/n² ഇൻറ്റു സൈൻ 1/n ഇൻറ്റു n³ ബൈ 1. സോ നമുക്ക് n³ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു n² ഉണ്ട്. സോ ആ ഒരു n² n³ കൂടി കട്ട് ചെയ്ത് പോകുമ്പം നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു n ആണ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 1/n ഇൻറ്റു n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ ഒരു n ഉണ്ടല്ലോ, ഈ ഒരു n-നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ അത് 1/n ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 1/n ഡിവൈഡഡ് ബൈ 1/n. സോ എ എൻ ബൈ ബി എൻ എന്താണെന്ന് കിട്ടി, സൈൻ 1/n ബൈ 1/n ആണെന്ന് കിട്ടി. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ 1/n ഡിവൈഡഡ് ബൈ 1/n. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 1/n എന്ന് പറഞ്ഞ സീക്വൻസ് അങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, 0യിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ദെയർഫോർ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ 1/n ബൈ 1/n എങ്ങോട്ട് പോകും, 1ലേക്ക് പോകും. നമ്മൾ എ പാർട്ടിൽ, ഈ ക്വസ്റ്റിൻ്റെ എ പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ എന്താണെന്ന് കിട്ടി, 1 ആണെന്ന് കിട്ടി. 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ എ പാർട്ടിൽ അപ്ലൈ ചെയ്തതുപോലെ തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ എന്ന് പറയുന്നത് 1 ആണെന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് തന്നെ സമ്മേഷൻ എ എനും സമ്മേഷൻ ബി എനും ഒരുമിച്ച് കൺവേർട്ട് ചെയ്യുകയോ ഒരുമിച്ച് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ ബി എൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ആരെയാണ്, ഈ കേസിൽ നമ്മളിവിടെ ബി എൻ ആയിട്ട് എടുത്തിട്ടുള്ളത് 1/n³ എന്ന് പറയുന്ന ഒരാളെയാണ്. സോ 1/n³ സമ്മേഷൻ ബി എൻ ആയിട്ട് മാറുമ്പോൾ ഇത് വരും, സമ്മേഷൻ ബി എൻ എന്ന് പറയുന്നത് സമ്മേഷൻ 1/n³ ആണെന്നറിയാം. ഇത് പി സീരീസ് ആണ്. പി എന്ന് പറയുന്നത് 3 ആണ്. 3 ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ സമ്മേഷൻ ബി എൻ എന്ത് ചെയ്യും, സമ്മേഷൻ ബി എൻ കൺവേർട്ട് ചെയ്യും. സോ ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് സമ്മേഷൻ ബി എൻ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് എന്ത് ചെയ്യും, സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n² ഇൻറ്റു സൈൻ 1/n എന്ത് ചെയ്യും, സൈൻ 1/n കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു സീരീസ് നമ്മുടെ ഓപ്ഷൻ സി എന്താണ്, ഓപ്ഷൻ സി കൺവേർജൻറ്റ് സീരീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതൊരു കൺവേർജൻറ്റ് സീരീസ് ആണ്. ഇനി നമുക്ക് ഒരു ഓപ്ഷനും കൂടിയാണുള്ളത്, അതായത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n tan 1/n. സോ 1/n tan 1/n ആണ് നമ്മുടെ അടുത്ത സീരീസ് ആയിട്ട് ഇവിടെയുള്ളത്. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity 1/n tan 1/n. ഇവിടുത്തെ a n എന്താണ്, a n എന്ന് പറയുന്നത് 1/n tan 1/n തന്നെയാണ്. a n ഈസ് ഈക്വൽ ടു 1/n tan 1/n തന്നെയാണ് നമ്മുടെ എ എൻ ആയിട്ട് ഇവിടെയുള്ളത്. ഇനി നമുക്ക് ബി എൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ബി എൻ എന്ന് പറഞ്ഞിട്ട് 1/n² എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എ എൻ ബൈ ബി എൻ എന്താണെന്ന് നോക്കാം. സോ എ എൻ ബൈ ബി എൻ ഈസ് ഈക്വൽ ടു 1/n tan 1/n ഡിവൈഡഡ് ബൈ
1/n² ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/n² ഡിനോമിനേറ്ററിലാണുള്ളത്. നമുക്കതിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1/n ഇൻറ്റു tan 1/n ഇൻറ്റു n²/1 എന്ന് വരും. ഇവിടെ n² ഉണ്ട്, ഇവിടെ n ആണുള്ളത്. സോ ഓരോന്ന് വീതം കട്ട് ചെയ്ത് പോകുമ്പം ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു tan 1/n എന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ന്യൂമറേറ്ററിലുള്ള എന്നിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പം അത് 1/n ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഈക്വൽ ടു tan 1/n ബൈ 1/n എന്ന് നമുക്ക് കിട്ടും. അതായത് an/bn ഈസ് ഈക്വൽ ടു tan 1/n ബൈ 1/n ആണെന്ന് നമുക്കറിയാം. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എന്തായിട്ട് മാറും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി tan 1/n ബൈ 1/n എന്ന് വരും. ഇവിടെ ഈ 1/n എന്ന് പറയുന്ന സീക്വൻസ് എങ്ങോട്ടാണ് പോകുന്നത്? 0യിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി tan 1/n ബൈ 1/n എന്തായിട്ട് മാറും? അത് 1 ആയിട്ട് മാറും. നമ്മൾ ആദ്യം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എങ്ങോട്ട് പോയി? 1ലേക്ക് പോയി. സോ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഈ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ സീരീസ് bnഉം അതായത് സീരീസ് bnഉം സീരീസ് anഉം ഒരുമിച്ച് കൺവേർജ് ചെയ്യുകയോ ഒരുമിച്ച് ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടുത്തെ bn എന്താണ്? ഇവിടുത്തെ bn എന്ന് പറയുന്നത് 1/n² ആണ്. സോ സമ്മേഷൻ bn എന്താണ്? ദിസ് ഇംപ്ലൈസ് ദാറ്റ് സമ്മേഷൻ bn ഈസ് ഈക്വൽ ടു സമ്മേഷൻ 1/n² ആണ്. അതൊരു p സീരീസ് ആണ്. ഇവിടെ p എന്ന് പറയുന്ന ആൾ 2 എന്ന് പറയുന്ന നമ്പറാണ്. 2 ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ബൈ p സീരീസ് ടെസ്റ്റ് വി ക്യാൻ സേ ദാറ്റ് സമ്മേഷൻ bn കൺവേർജസ്. സോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം സമ്മേഷൻ bn കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്ത് സംഭവിക്കും? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n tan 1/n എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. സോ നമ്മുടെ ഓപ്ഷൻ ഡിയും എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ ഡിയും കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരാളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരാളും കൺവേർജ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് Sn is equal to -1 whole raised to n divided by 2 raised to n plus 3 and Tn is equal to -1 whole raised to n divided by 4n minus 1 where n is equal to 0, 1, 2, 3 etc. ദെൻ നമുക്ക് രണ്ട് സീക്വൻസുകൾ തന്നിട്ടുണ്ട്. അതായത് Sn എന്ന് പറയുന്ന സീക്വൻസും Tn എന്ന് പറയുന്ന സീക്വൻസും തന്നിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് പറയുന്നത്? സമ്മേഷൻ Sn ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്, സമ്മേഷൻ Tn ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്, സമ്മേഷൻ Sn ഈസ് കണ്ടീഷണലി കൺവേർജൻറ്റ് ആൻഡ് സമ്മേഷൻ Tn ഈസ് കണ്ടീഷണലി കൺവേർജൻറ്റ്. സോ തന്നിട്ടുള്ള ആ ഒരു സീക്വൻസുകളുടെ കൺവേർജൻസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ആണോ കണ്ടീഷണലി കൺവേർജൻറ്റ് ആണോ, ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് അബ്സല്യൂട്ട് കൺവേർജൻസ്, എന്താണ് കണ്ടീഷണൽ കൺവേർജൻസ് എന്ന് അറിയണം. സോ ലെറ്റ് summation n equal to 1 to infinity an be a series of real numbers, then if summation mod an converges, then we say that summation an converges absolutely. നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് an ഉണ്ട് ആൻഡ് ഒരു സീരീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് summation n equal to 1 to infinity an. Suppose summation n equal to 1 to infinity absolute value of an converges, we say that the series converges absolutely. If summation an converges but summation absolute value of an diverges, in that case we say that summation an converges conditionally. So summation an converge ചെയ്യും, സമ്മേഷൻ അബ്സല്യൂട്ട് വാല്യൂ സമ്മേഷൻ ഓഫ് മോഡുലസ് ഓഫ് an ഡൈവേർജ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ അവസരത്തിൽ നമ്മൾ സമ്മേഷൻ an കണ്ടീഷണലി കൺവേർജ് ചെയ്യുന്നു എന്നാണ് പറയുക. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമ്മേഷൻ Snഉം സമ്മേഷൻ Tnഉം ഏത് തരത്തിലുള്ള കൺവേർജൻസ് ആണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഈ Sn എന്ന് പറയുന്ന ആളെ കൺസിഡർ ചെയ്യാം. Sn എന്താണ്? Sn എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു Sn എന്ന് പറയുന്നത് -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 3 ആണ്. നമ്മൾ അതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് റിസൾട്ടുകളൂടി പരിചയപ്പെടുകയാണ്. ഒരെണ്ണം അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് ആണ്. അതായത് ഇഫ് സമ്മേഷൻ an കൺവേർജസ് അബ്സല്യൂട്ട്ലി ദെൻ സമ്മേഷൻ an കൺവേർജസ്. അതായത് സമ്മേഷൻ മോഡുലസ് an കൺവേർജ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സമ്മേഷൻ an ഈസ് ഓൾസോ കൺവേർജൻ ആൻഡ് എവറി അബ്സല്യൂട്ട്ലി കൺവേർജൻ സീരീസ് ഈസ് കൺവേർജൻ. അതായത് ഏതൊരു അബ്സല്യൂട്ട്ലി കൺവേർജൻ സീരീസ് എടുത്തു കഴിഞ്ഞാലും അത് കൺവേർജൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു കൺവേർജൻ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവണമെന്നില്ല. അതിനുള്ള ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് സമ്മേഷൻ -1 റേസ് ടു n ഡിവൈഡഡ് ബൈ n ആണ്. ഇതൊരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഈ സീരീസ് കൺവേർജ് ചെയ്യും. ഇതിൻ്റെ സമ്മ് ഫൈനൈറ്റ് ആണ്. പക്ഷേ സമ്മേഷൻ -1 ഹോൾ റേസ് ടു n ബൈ എന്നിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ 1/n എന്നാണ് വരുന്നത്. ഈ ഒരാൾ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യുന്നു നമുക്കറിയാം. സോ എവരി അബ്സല്യൂട്ട്ലി കൺവേർജൻ സീരീസ് കൺവേർജസ്. പക്ഷേ എല്ലാ കൺവേർജൻ സീരീസും എന്തല്ല? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല.
അതിനുള്ള എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ, നമ്മുടെ ക്വസ്റ്റിനകത്തുള്ള ആദ്യത്തെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ഒരു ഓപ്ഷൻ എസ് എൻ എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് ആണ്. എസ് എൻ എന്ന് പറയുന്നത് -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 3 ആണ്. സോ എസ് എൻ ഈസ് ഈക്വൽ ടു -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 3 ആണ്. ഇനി നമുക്കിത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. സോ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നോക്കേണ്ടത്? സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എൻ, സമ്മേഷൻ ഓവർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എൻ കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എൻ എന്താണെന്ന് നോക്കാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എൻ എന്താണ് വരിക? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 3 എന്നാണ് നമുക്ക് വരുന്നത്. ആൻഡ് ഇവിടെയുള്ള ഈ ഒരു -1 ഹോൾ റേസ് ടു n എന്തായിട്ട് മാറും? അത് 1 ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 റേസ് ടു n പ്ലസ് 3 എന്ന് കിട്ടി. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എൻ എന്താണ്? 1 ബൈ 2 റേസ് ടു n പ്ലസ് 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മളൊരു റിസൾട്ട്, അതായത് നമുക്കറിയാവുന്ന ഒരു ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. വി നോ ദാറ്റ് 2 റേസ് ടു n ഈസ് ലെസ് ദാൻ 2 റേസ് ടു n പ്ലസ് 3. അതായത് 2 റേസ് ടു n എന്ന് പറയുന്നത് ലെസ് ദാൻ 2 റേസ് ടു n പ്ലസ് 3 ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. സോ ഈ ഒരു ഇനീക്വാലിറ്റിയുടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് 1 ബൈ 2 റേസ് ടു n പ്ലസ് 3 ഈസ് ലെസ് ദാൻ 1 ബൈ 2 റേസ് ടു n. സോ 1 ബൈ 2 റേസ് ടു n പ്ലസ് 3 ഈസ് ലെസ് ദാൻ 1 ബൈ 2 റേസ് ടു n ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയുള്ള ഈ 1 ബൈ 2 റേസ് ടു n നമ്മൾ സീരീസ് ആക്കി മാറ്റുമ്പം ഈ 1 ബൈ 2 റേസ് ടു n എന്ന് പറയുന്ന ഒരാളെ നമ്മൾ സീരീസ് ആക്കി മാറ്റാറുണ്ട്. അത് സമ്മേഷൻ 1 ബൈ 2 റേസ് ടു n ആണ്. അതൊരു ജോമെട്രിക് സീരീസ് ആണെന്നറിയാം. അതിൻ്റെ കോമൺ റേഷ്യോ r എന്ന് പറയുന്നത് 1 ബൈ 2 ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ മുൻപ് ആദ്യത്തെ പ്രോബ്ലം ചെയ്ത സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇനി നമ്മളിവിടെ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതാണ് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ലെറ്റ് സമ്മേഷൻ a n be a series with നോൺ നെഗറ്റീവ് ടേംസ്. സോ എല്ലാ a nസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദെൻ സമ്മേഷൻ a n കൺവേർജസ് ഇഫ് there is a convergent series Cn with a n less than or equal to Cn for all n greater than m for some integer m. അതായത് നമ്മുടെ കയ്യിൽ a n എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്, a n എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആൻഡ് നമ്മൾ സമ്മേഷൻ a n ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ a n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ പ്രത്യേകത എല്ലാ a nസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നീട് നമ്മൾ ഈ സമ്മേഷൻ a n കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത്. സമ്മേഷൻ a n കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു സീരീസ് സമ്മേഷൻ Cn കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. എങ്ങനെയാണ്? a n ലെസ് ദാൻ ഓർ ഈക്വൽ ടു Cn ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ m. അതായത് ഒരു ഫൈനൈറ്റ് ടേമിന് ശേഷം a n ലെസ് ദാൻ ഓർ ഈക്വൽ ടു Cn ആണ്. മാത്രമല്ല ഈ സമ്മേഷൻ Cn കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സമ്മേഷൻ a n കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഡൈവേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് സമ്മേഷൻ a n ഡൈവേർജ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു dn എന്ന് പറയുന്ന ഒരു ഡൈവേർജൻറ്റ് സീരീസ് കിട്ടിയാൽ മതി. അതായത് സമ്മേഷൻ dn ഡൈവേർജ് ചെയ്യണം. മാത്രമല്ല ഒരു ഫൈനൈറ്റ് ടൈമിന് ശേഷം a n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു dn ആയാൽ മതി. സോ ഈ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഈ ഒരു കേസിൽ നമുക്കിവിടെ അറിയാവുന്നത് 1 ബൈ 2 റേസ് ടു n പ്ലസ് 3 എന്ന്. അതെന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എൻ ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എൻ ലെസ് ദാൻ 1 ബൈ 2 റേസ് ടു n ആണെന്നറിയാം. ഈ 1 ബൈ 2 റേസ് ടു n എന്ന് പറയുന്ന ആളെ നമ്മൾ സീരീസ് ആക്കി മാറ്റുമ്പോൾ സമ്മേഷൻ 1 ബൈ 2 റേസ് ടു n ആണ് വരുന്നത്. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ഇവിടുത്തെ r എന്താണ്? r എന്ന് പറയുന്നത് 1 ബൈ 2 ആണ്. സോ മോഡുലസ് ഓഫ് r എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ സമ്മേഷൻ 1 ബൈ 2 റേസ് ടു n എന്ന് പറയുന്ന ഈ ഒരാൾ എന്ത് ചെയ്യും? ഈ ഒരാൾ കൺവേർജ് ചെയ്യുന്നത് നമുക്കറിയാം. ആൻഡ് ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ലെസ് ദാൻ 1 ബൈ 2 റേസ് ടു n ആണ്. അതുകൊണ്ട് തന്നെ സമ്മേഷൻ മോഡുലസ് ഓഫ് എസ് എൻ എന്ത് ചെയ്യും? സമ്മേഷൻ മോഡുലസ് ഓഫ് എസ് എൻ എന്ന് പറയുന്നതും കൺവേർജ് ചെയ്യും ബൈ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. സോ ഈ എസ് എൻ എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് എന്ത് ചെയ്യും? സമ്മേഷൻ എസ് എൻ എന്ത് ചെയ്യും? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള അബ്സല്യൂട്ട്ലി കൺവേർജൻ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എസ് എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു ഓപ്ഷൻ എന്തായിരിക്കില്ല? ഈ ഒരു ഓപ്ഷൻ തെറ്റായിരിക്കും. അതായത് ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയതുകൊണ്ട് തന്നെ അത് കണ്ടീഷണലി കൺവേർജൻ്റ് ആവില്ല. സോ ഓപ്ഷൻ എ ട്രൂ ആണ്, സി തെറ്റാണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത സീക്വൻസ് കൺസിഡർ ചെയ്താൽ മതി. അതായത് Tn എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. സോ -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 4n - 1 ആണ് നമ്മുടെ ആ ഒരു സീക്വൻസ്. ദാറ്റ് ഈസ് Tn ഈസ് ഈക്വൽ ടു -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 4n - 1. സോ -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 4n - 1 ആണ് നമ്മുടെ Tn എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡുലസ് ഓഫ് Tn ആണ് കൺസിഡർ ചെയ്യുന്നത്. മോഡുലസ് ഓഫ് Tn എന്ന് പറയുമ്പം മോഡുലസ് ഓഫ് -1 റേസ് ടു n ഡിവൈഡഡ് ബൈ 4n
-1 ആണ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/4n-1 ആണ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Tn എന്ന് പറയുന്നത് 1/4n-1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി ഈ ഒരാൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് Tn ഈക്വൽ ടു 1/4n-1 ആണെന്ന് കിട്ടി. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റാണ്. ഞാനിവിടെ Bn എന്ന് പറയുന്ന ഒരാൾ എടുക്കുകയാണ്. Bn എന്ന് പറയുന്നത് 1/n ആയിട്ട് എടുക്കുകയാണ്. ഇനി ഞാൻ ലിമിറ്റ് Tn/Bn കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Tn/Bn ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Tn എന്ന് പറയുന്നത് 1/4n-1 ആണ്, ഡിവൈഡഡ് ബൈ Bn എന്ന് പറയുന്നത് 1/n ആണ്. സോ ഈ Bn എന്ന് പറഞ്ഞാൽ 1/n എങ്ങോട്ട് പോകും? ഈ ഒരാൾ ഡിനോമിനേറ്ററിലാണുള്ളത്. സോ നമുക്ക് അതിനെ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Tn/Bn ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/4n-1 ഇൻറ്റു n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് n-നെ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഡിവൈഡഡ് ബൈ n ഇൻറ്റു 4-1/n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്ന് n കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. സോ ഈ ഒരു n എന്ത് ചെയ്യാണ്? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/4-1/n. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/4-1/n എന്തായിട്ട് മാറും? ഇവിടെ മാത്രമാണ് n ഉള്ളത്. ഈ 1/n എന്ന് പറയുന്ന ഒരാൾ 0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഈ ലിമിറ്റ് എന്താണ്? ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 1/4 ആണ്. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Tn/Bn എന്താണ്? Tn/Bn എന്ന് പറയുന്നത് 1/4 ആണ്. 1/4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം സമ്മേഷൻ Tn ആൻഡ് സമ്മേഷൻ Bn കൺവേർജസ് ടുഗദർ ഓർ ഡൈവേർജസ് ടുഗദർ ആണ്. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. ആ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം വി ക്യാൻ സേ ദാറ്റ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി Tn ആൻഡ് സമ്മേഷൻ Bn കൺവേർജസ് ഓർ ഡൈവേർജസ് ടുഗദർ. ഇവിടെ നമ്മൾ Bn ആയിട്ട് എടുത്തിട്ടുള്ളത് 1/n ആണ്. സോ സമ്മേഷൻ Bn എന്തായിരിക്കും? സമ്മേഷൻ Bn എന്ന് പറയുന്നത് സമ്മേഷൻ 1/n ആണ്. ദാറ്റ് മീൻസ് സമ്മേഷൻ 1/n എന്നല്ല, സമ്മേഷൻ 1/n ഡൈവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് സമ്മേഷൻ Bn കൺവേർജൻ്റ് ആയതുകൊണ്ട് തന്നെ സമ്മേഷൻ Tn എന്തായിരിക്കും? സമ്മേഷൻ Tn അല്ല, സമ്മേഷൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Tn ആണ്. കാരണം നമ്മളിവിടെ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ സമ്മേഷൻ മോഡുലസ് ഓഫ് Tn എന്തായിരിക്കും? മോഡുലസ് ഓഫ് Tനും ഡൈവേർജൻ്റ് ആയിരിക്കും, ബിക്കോസ് സമ്മേഷൻ Bn ഈസ് ഡൈവേർജൻ്റ്. സോ ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. Tn എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് അല്ലെങ്കിൽ അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ നോക്കണം. കണ്ടീഷണലി കൺവേർജൻ്റ് ആണെങ്കിൽ എന്ത് വേണം? സമ്മേഷൻ Tn കൺവേർജൻ്റ് ആവണം. സോ സമ്മേഷൻ Tn കൺവേർജൻ്റ് ആണെങ്കിൽ ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇനി നമുക്ക് സമ്മേഷൻ Tn കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ലെബിനിസ് ടെസ്റ്റാണ്. സോ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. So the series n is equal to 1 to infinity -1 whole raised to n plus 1 un is equal to u1 minus u2 plus u3 minus u4 plus etc. converges if all the three following conditions are satisfied. So ഇത്തരത്തിലുള്ള ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആദ്യത്തെ കണ്ടീഷൻ ഓൾ യുഎൻസ് ആർ പോസിറ്റീവ്. എല്ലാ യുഎൻസും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പിന്നീട് un ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു un plus 1 ആയിരിക്കണം. അതായത് un എന്ന് പറയുന്ന സീക്വൻസ് എന്തായിരിക്കണം? ഡിക്രീസിങ് ആയിരിക്കണം. മാത്രമല്ല ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സീരീസ് കൺവേർജസ്. സോ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? Tn എന്ന് പറയുന്ന ഒരു സീരീസാണ്. ദാറ്റ് ഈസ് -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 4n-1 ആണ്. n ഈസ് ഈക്വൽ ടു 0 1 2 അങ്ങനെ പോകുന്ന ഈ ഒരു സീരീസാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ un ആയിട്ട് നമ്മൾ എന്താണ് എടുക്കുന്നത്? ഇവിടുത്തെ un എന്ന് പറയുന്നത് 1/4n-1 ആണ്. സോ un എന്ന് പറയുന്നത് 1/4n-1 ആയതുകൊണ്ട് തന്നെ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്കറിയാം. സോ un എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് ഡിക്രീസിങ് ആണെന്ന് കാണിക്കണം. അതായത് un ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു un plus 1 ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം n എന്ന് പറയുന്നത് ലെസ് ദാൻ n plus 1 ആണ്. n ലെസ് ദാൻ n plus 1 ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് 4n ഈസ് ലെസ് ദാൻ 4 ഇൻറ്റു n plus 1. സോ 4n എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ഇൻറ്റു n plus 1 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും -1 ആഡ് ചെയ്യാണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് 4n-1 ഈസ് ലെസ് ദാൻ 4 ഇൻറ്റു n plus 1 -1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇനീക്വാലിറ്റിയുടെ ഓർഡർ എന്ത് ചെയ്യും?
ഓർഡർ റിവേഴ്സ് ചെയ്യും. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് 1/4 ഇൻറ്റു n പ്ലസ് 1 മൈനസ് 1 ഈസ് ലെസ് ദാൻ 1/4 n മൈനസ് 1. ഇനി നമ്മൾ യു എൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്? 1/4n മൈനസ് 1 ആണ്. സോ 1/4 ഇൻറ്റു n പ്ലസ് 1 മൈനസ് 1 എന്താണ്? അത് യു എൻ പ്ലസ് 1 ആണ്. ആൻഡ് ഈ ഒരാൾ എന്താണ്? യു എൻ ആണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് യു എൻ പ്ലസ് 1 ഈസ് ലെസ് ദാൻ യു എൻ. സോ ഇത് എന്താണെന്ന് കിട്ടി? ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് യു എൻ ഈസ് ലെസ് ദാൻ യു എൻ പ്ലസ് 1 ആണ് ഫോർ എവരി എൻ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ എന്താണെന്ന് നോക്കിയാൽ മതി. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ എന്താണ് എന്നുള്ളതാണ്. സോ നമുക്ക് യു എൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1/4n മൈനസ് 1 ആണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/4n മൈനസ് 1 ആണ്. സോ ഈ 4n മൈനസ് 1 എങ്ങോട്ട് പോകും? ഡിനോമിനേറ്ററിലുള്ള 4n മൈനസ് 1 n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റ് എന്താണ്? ഈ ലിമിറ്റ് 0 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ യു എൻ എല്ലാം പോസിറ്റീവ് ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ യു എൻ ഡിക്രീസിങ് ആണെന്ന് കിട്ടി. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കണ്ടീഷനായിട്ടുള്ള ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ 3 കണ്ടീഷൻസ് എന്ത് ചെയ്തു? സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബൈ ലെബിനിസ് ടെസ്റ്റ് ഈ സമ്മേഷൻ ടി എൻ എന്ത് ചെയ്യും? ബൈ ലെബിനിസ് ടെസ്റ്റ് സമ്മേഷൻ ടി എൻ എന്ന് പറയുന്നത് കൺവേർജസ് ആണ്. സോ ഈ സമ്മേഷൻ ടി എൻ കൺവേർജസ് ആണ് നമുക്ക് ബൈ ലെബിനിസ് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ടി എൻ എന്ന് പറയുന്ന സീരീസ് എന്തായിരിക്കും? അത് കണ്ടീഷണലി കൺവേർജൻ്റ് ആയിരിക്കും. സോ സമ്മേഷൻ ടി എൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ ആ ഒരു ഓപ്ഷൻ എന്തായിരിക്കും? ആ ഒരു ഓപ്ഷനും ട്രൂ ആയിരിക്കും. അതായത് ടി എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ റോങ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ടി എൻ കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എന്താണ്? അത് ട്രൂ ആണെന്ന് പറയാം. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സോ താങ്ക് യു.